ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയുടെ ഏക ആശ്രയം ആ മകനാ. അവനിൽ പ്രതീക്ഷ വെച്ച് നിൽക്കുമ്പോൾ ശത്രു അവന്റെ ജീവനെ എടുത്തു മാറ്റി. ആ കുടുംബം ഭയങ്കര നിരാശയിലായി. ആൾക്കാരൊക്കെ വന്നു നിന്ന് കരയുന്ന വിധവയുടെ മുഖത്ത് നോക്കി പല ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞെന്നേ. പക്ഷേ ആശ്വാസ വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഭയങ്കര അവസ്ഥക്കകത്ത് നിൽക്കുമ്പോൾ എന്റെ യേശു അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട. ഈ തന്റെ ഇടം ആർക്കുണ്ട്? ഉലകത്തിൽ മറ്റാർക്കൊണ്ട് ഈ ഒരു തന്റെ ഇടം? ഇന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് കർത്താവിന് ആരാധന കൊടുക്കണം. ശവമഞ്ചത്തിനെ തടയുവാൻ അധികാരമുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. പ്രാഗൽഭ്യത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, അവന്റെ പേര് യേശുവെന്നാ. ഹല്ലേലൂയ. പുരുഷാരം നമ്മൾ പറയില്ലേ എന്ത് വന്നാലും എൻ്റെ കൂടെ ആളുണ്ടെന്ന്, വെറുതെയാ. പുരുഷാരത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ലിമിറ്റുണ്ട്. എന്നാൽ എൻ്റെ യേശുവിന് ഒരു ലിമിറ്റുമില്ല. അവൻ ഏത് റേഞ്ചിൽ കയറി നിന്നും അവൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വെറുതെ വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. ശവമഞ്ചം താഴെ വെപ്പിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ശവമഞ്ചത്തെ താഴെ വെപ്പിച്ചിട്ട് നല്ലൊരു അനുശോധന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോകുന്ന യേശുവല്ല എൻ്റെ ദൈവം. ശവമഞ്ചം താഴെ വെപ്പിച്ചെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ശവത്തിനെ എഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ള. ഓ, എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ചില ഭവനത്തിനകത്ത് മരിച്ചു കിടന്ന്, ചില ശവമഞ്ചത്തിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന ചില തലമുറകളെ സ്വർഗത്തിന്റെ പൽക്കാലം ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയോ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ കൊണ്ടിട്ട് ശവമഞ്ചത്തിൽ ശത്രുവിന്റെ ഏകജാതനായ പുത്രനെ അടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ ഭവനത്തിലോട്ട് ഇടപെടാൻ സമയമായി. നിന്റെ തലമുറയെ ശവമഞ്ചത്തിൽ നിന്ന് താഴെ വെപ്പിക്കുന്ന, മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം തലമുറകളിൽ വ്യാപരിക്കുന്ന ഒരു കാലമോ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ച് തലമുറകൾ യേശുവിന്റെ നാമത്തിൽ മദ്യപാനം വിട്ടഴിയട്ടെ. മയക്കുമരുന്നിന്റെ പിടുത്തത്തിൽ നിന്ന് തലമുറകൾ പുറത്തു വരുന്ന ഒരു കാലമോ.